എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആയുസ് മുഴുവൻ പണിപ്പെട്ട് കൃത്യമായിട്ട് ക്ഷേമനിധി വിഹിതവും അടച്ച് ഒടുവിൽ പ്രായമായി വിശ്രമിക്കേണ്ട കാലത്ത് അർഹതപ്പെട്ട പെൻഷൻ കിട്ടാതെ തെരുവിൽ നിൽക്കേണ്ടി വന്നാൽ എങ്ങനെ ഉണ്ടാകും? കേരളത്തിലെ ലക്ഷക്കണക്കിന് നിർമ്മാണ തൊഴിലാളികൾ ഇന്ന് ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി ഉള്ള പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു പ്രതിസന്ധിയുടെ വ്യാപ്തി ഒന്ന് മനസ്സിലാക്കാം. ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള 20 ലക്ഷത്തിലധികം തൊഴിലാളികൾ, ഏകദേശം 4.15 ലക്ഷം പേർ ഈ ഒരു പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മുതിർന്ന പൗരന്മാരാണ്. കഴിഞ്ഞ 12 മാസത്തിലേറെയായിട്ട് ഇവർക്ക് 1 രൂപ പോലും പെൻഷൻ ഇനത്തിൽ ലഭിച്ചിട്ടില്ല. ഈ വകയിൽ തൊഴിലാളികൾക്ക് സർക്കാർ നൽകുവാനുള്ള ആകെ കുടിശ്ശിക ഇപ്പോൾ ഏകദേശം 840 കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം, ഈ പണമൊക്കെ എവിടെ പോയി? ഒരു വിവരാവകാശ രേഖ പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏകദേശം കെട്ടിട നിർമ്മാണ സെസ് ഇനത്തിൽ മാത്രം സർക്കാർ പിരിച്ചെടുത്തത് 2178 കോടിയിലധികം രൂപയാണ്. തൊഴിലാളികളുടെ ക്ഷേമത്തിന് മാത്രം ഉപയോഗിക്കേണ്ട തുകയാണ്. എന്നാൽ ബോർഡിന്റെ ക്ലോസിംഗ് ബാലൻസ് പരിശോധിച്ചപ്പോൾ അവിടെ അവശേഷിച്ചിരിക്കുന്നത് വെറും 56.90 കോടി രൂപ മാത്രമാണ്. ഈ വലിയ ഫണ്ട് കുറവാണ് പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുന്നത്. അപ്പോൾ പെൻഷൻ വിതരണം പുനരാരംഭിച്ചോ ഇല്ല എന്നാണ് നമുക്ക് മറുപടിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. പൂർണ്ണ തോതിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബോർഡിന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ കുടിശ്ശിക തീർക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. വർഷങ്ങളായിട്ട് വിഹിതമടച്ച തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാത്തത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശ ലംഘനമാണെന്നാണ് കമ്മീഷൻ നിരീക്ഷിച്ചിരിക്കുന്നത്. കുടിശ്ശിക അടിയന്തരമായിട്ട് തീർപ്പാക്കുവാൻ ധനകാര്യ വകുപ്പിന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സർക്കാർ ചില സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കുന്നുണ്ട് എങ്കിലും ഈ ബോർഡിലെ കുടിശ്ശിക ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമനിധി ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലെ വലിയൊരു പോരായ്മയാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രതിസന്ധിക്ക് സർക്കാർ എത്രയും വേഗം തന്നെ പരിഹാരം കാണേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.